ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തുയേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതവന്ദനം അറിയിക്കുകയാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ദൈവജനം വിവിധ സമയങ്ങളിൽ കർത്താവിനെ ഓർക്കുകയും ഓർത്ത് ആരാധിക്കുകയും ചെയ്യുന്ന വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ചേർന്ന് ഒരു ചിന്ത പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ശീർഷകം എന്ന് പറയുന്നത് സങ്കേത നഗരമാണ്. അത് യേശുക്രിസ്തുവിൻ്റെ നിഴലായിട്ടാണ് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. വിശുദ്ധ തിരുവെഴുത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലും ഈ കാര്യം നമ്മെ വിളിച്ചറിയിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 12-ഉം 13-ഉം വാക്യങ്ങളിലും സംഖ്യ 35-ാം അധ്യായത്തിലും യോശുവ 20-ാം അധ്യായത്തിലുമാണ് പഴയ നിയമത്തിൽ സങ്കേത നഗരത്തെക്കുറിച്ച് ഓർപ്പിക്കുന്നത്. പിന്നീട് നാം കാണുന്നത് പുതിയ നിയമത്തിൽ എബ്രായ ലേഖനത്തിലാണ്. ഇന്നത്തെ വചനധ്യാനത്തിൻ്റെ ആ ശീർഷകം ഞാൻ ഓർപ്പിച്ചല്ലോ, സങ്കേത നഗരമാണ്. അതിനെ സംബന്ധിച്ചുള്ള പ്രഥമമായ വാക്യം ഓർപ്പിച്ചിരിക്കുന്നത് പുറപ്പാട് 21-ന്റെ 12-13 അത് വായിക്കുന്നത് നിങ്ങൾ സശ്രദ്ധം ശ്രദ്ധിക്കുമല്ലോ. ഒരു മനുഷ്യനെ അടിച്ച് കൊല്ലുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. അവൻ കരുതി കൂട്ടാതെ അങ്ങനെ അവൻ്റെ കയ്യാൽ സംഭവിക്കുവാൻ ദൈവം സംഗതി വരുത്തിയതായാൽ അവൻ ഓടിപ്പോകേണ്ടുന്ന സ്ഥലം ഞാൻ നിയമിക്കും. ഇതിനോടുള്ള ബന്ധത്തിൽ യോശുവയുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങളാണ് നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ യഹോവ യോശുവയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, അറിയാതെ അബദ്ധവശാൽ ഒരാളെ കൊന്നുപോയവൻ ഓടിപ്പോയി ഇരിക്കേണ്ടതിന് ഞാൻ മോശ മുഖാന്തരം നിങ്ങളോട് കൽപ്പിച്ച സങ്കേത നഗരങ്ങൾ നിശ്ചയിക്കുവിൻ. അത് യോശുവയുടെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. അങ്ങനെ അവർ നഫ്താലി നാട്ടിൽ ഗിലെയാദിലെ കേദേശും എഫ്രൈം മലനാട്ടിൽ ഷേക്കേമും യഹൂദ മലനാട്ടിൽ ഹെബ്രോൻ എന്ന കിര്യത്ത് അർബയും കിഴക്ക് യെരിഹോവിനെതിരെ യോർദാൻ അക്കരെ മരുഭൂമിയിൽ രൂബേൻ ഗോത്രത്തിൽ സമഭൂമിയിലുള്ള ബേസേരും ഗിലെയാദിൽ ഗാദ് ഗോത്രത്തിലെ രാമോത്തും ബാഷാനിൽ മനേശ ഗോത്രത്തിൽ ഗോലാനും നിശ്ചയിച്ചു. 6 സങ്കേത നഗരങ്ങളാണ് വിശുദ്ധ തിരുവെഴുത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇസ്രായേലിൽ ഒരാൾ അബദ്ധവശാൽ ഒരാളെ കൊല ചെയ്തു പോയാൽ രക്തപ്രതികാരിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനായിട്ട് ദൈവം മോശ മുഖാന്തരം കൽപ്പിച്ചാക്കിയ സ്ഥലമാണ് സങ്കേത നഗരം. അത് നമ്മൾ വായിച്ചു കേട്ടത് യോർദാൻ്റെ പടിഞ്ഞാറ് കിഴക്കും 3 വീതം, അങ്ങനെ 6 സ്ഥലങ്ങളാണ് ഇതിനായിട്ട് വേർതിരിച്ചിരിക്കുന്നത്. ഈ 6 സ്ഥലങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ 6 വിധ അനുഭവങ്ങളായി നമുക്ക് ചിന്തിക്കാമെങ്കിലും പ്രസ്തുത സങ്കേത നഗരത്തിൻ്റെ പൊരുൾ ചൂണ്ടിക്കാണിക്കാൻ മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. രക്ഷയ്ക്കുള്ള മാർഗം, രക്ഷിക്കപ്പെട്ടവരെ പറ്റിയുള്ള ദൈവ ഉദ്ദേശം എന്നിങ്ങനെ 2 പ്രധാന കാര്യങ്ങൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് രക്ഷയ്ക്കുള്ള മാർഗത്തെക്കുറിച്ചും മറ്റൊന്ന് രക്ഷിക്കപ്പെട്ടവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം. ഇത് രണ്ടും ഈ സങ്കേത നഗരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സങ്കേത നഗരം നമ്മുടെ രക്ഷിതാവിൻ്റെയും രക്ഷാമാർഗത്തിൻ്റെ നിഴലുകളാണ്. യാഗപീഠത്തിങ്കൽ വരിക, അതിൻ്റെ കൊമ്പുകളെ പിടിക്കുക മുതലായ കാര്യങ്ങളും ഈ കാര്യത്തെ ഓർപ്പിക്കുന്നവയാണ്. നമ്മുടെ രക്ഷ എന്നുള്ളത് ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണല്ലോ. പ്രസ്തുത കാര്യത്തെ ഓർപ്പിക്കുന്നവയാണ് അനവധി നിഴലുകൾ വിശുദ്ധ തിരുവെഴുത്തിൽ കാണാൻ കഴിയും. പ്രസ്തുത കാര്യത്തെ ഓർപ്പിക്കുന്നവയാണ് അത് നാം രക്ഷാപൂർത്തി പ്രാപിക്കുകയും മഹത്വങ്ങളുടെ മഹാപുരുഷനെ നേരിൽ കാണുകയും ചെയ്യുമ്പോൾ, ദൈവമേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു എന്ന് സങ്കീർത്തനക്കാരൻ 40-5 പറയുന്നത്, അത് നാം അത് ഓർത്ത് ചിന്തിച്ച് ആനന്ദ ബാഷ്പം വീഴ്ത്തിക്കൊണ്ടവൻ്റെ മുമ്പിൽ വീണ് കരയും, വീണവനെ ആരാധിക്കും. അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ സങ്കേത നഗരങ്ങൾ തമ്മിൽ ഏതാണ്ട്
30 മൈൽ ദൂരം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടണം എന്നാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹവും അതുപോലെയാണ്. അവന് സങ്കേത നഗരത്തിലേക്കുള്ള അകലം കുറിച്ചിരിക്കുന്നത് 30 അടി മാത്രം. വചനം നിനക്ക് സമീപമായി നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനമാണ് എന്ന് റോമർ 10:8 രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പുതിയ നിയമ സത്യത്തെ ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന്, അബദ്ധവശാൽ കൊല ചെയ്തവൻ ആണ് ഈ സങ്കേത നഗരം. അതായത് നാം ഒന്നും പ്രവർത്തിക്കാതെ ജനനത്താൽ തന്നെ പാപികളായി തീർന്നവരാണല്ലോ. സങ്കീർത്തനത്തിൽ 51:5 വായിക്കുന്നു, ഞാൻ അകൃത്യത്തിൽ ഉരുവായി പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അപ്പോൾ സ്ത്രീ പ്രസവിച്ചവൻ എങ്ങനെ നിർമ്മലനാകുമെന്ന് ഇയ്യോബ് ചോദിക്കുന്നുണ്ട്. ഇയ്യോബ് 25:4. അപ്പോൾ ജഡത്താൽ ജനിച്ചത് ജഡമാണ്, യോഹന്നാൻ 3:6 എന്ന് കർത്താവും പറയുന്നുണ്ട്. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു എന്നാണ് റോമർ 5:12 വായിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് ആണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അബദ്ധവശാൽ പാപികളും ശിക്ഷായോഗ്യരുമായവരത്രേ നാം. അത് വിശുദ്ധ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിന് പൗലോസും അതിന് കർത്താവും, അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത് ആ ഇയ്യോബും ദാവീദും ഒക്കെ നമ്മൾ ആരാണെന്നുള്ളത് വളരെ വ്യക്തമായി ഓർപ്പിക്കുകയാണ്. നമ്മൾ പാപികളാണ്, അകൃത്യത്തിൽ ഉരുവായവരാണ്, ജഡത്താൽ ജനിച്ചതായ നമ്മൾ അത്ര നിർമ്മലന്മാരല്ല എന്നും കർത്താവും ആ കാര്യം ഓർപ്പിക്കുകയുണ്ടായി. പൗലൂസും ആ കാര്യങ്ങൾ ഓർപ്പിച്ചു. അതുകൊണ്ട് അബദ്ധവശാൽ എന്നുള്ളത് ഞാനും നിങ്ങളുമൊക്കെ ചെയ്ത് പാപത്തിൻ്റെ ആ വഴികളിലൂടെ ജീവിച്ചു വരുന്നവരായിരുന്നു. നമുക്ക് ഈ സങ്കേത നഗരത്തിൽ ചെന്ന് രക്ഷപ്പെടുവാനുള്ള ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇത് കർത്താവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെയും ക്രൂശ് മരണത്തിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയുടെ ഒരു ചിത്രമായിട്ടിരിക്കുകയാണ്. 2, രക്തപ്രതികാരൻ ആരാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൊല ചെയ്യപ്പെട്ടവൻ്റെ ചാർച്ചക്കാർ കൊല ചെയ്തവൻ്റെ മേൽ പ്രതികാരം ചെയ്യുന്ന ഒരു പതിവ് പഴയ നിയമകാലം മുതൽക്കുള്ളതാണ്. അപ്പോൾ നമ്മോടുള്ള ബന്ധത്തിൽ രക്തപ്രതികാരം ദൈവത്തിൻ്റെ നീതി തന്നെയാണ്. കാരണം പ്രതിയോഗിയോട് വഴിയിൽ വെച്ച് നിരന്നുകൊള്ളണം. ലൂക്കോസ് 12:52. അതാണ് ആരാധനയ്ക്ക് മുമ്പ് നാം ഒരു ക്രമീകരണം ഉണ്ടാകണം. ഇന്നത് നടക്കുന്നുണ്ടോ, ഇന്ന് അങ്ങനെയാണോ നമ്മൾ ആരാധിക്കുന്നത്, അപ്പം മുറിക്കാനായിട്ട് ഇത്ര വെമ്പൽ കൊള്ളുകയാണ്, എന്നാൽ നിൻ്റെ പ്രതിയോഗിയോട് നീ നിരക്കുന്നുണ്ടോ, നീ അവനോട് ക്ഷമ പറയുന്നുണ്ടോ ആത്മാർത്ഥമായിട്ട്? അത് ചെയ്യാതെ നീ മറഞ്ഞിരുന്ന് ചെരിഞ്ഞിരുന്ന് അപ്പം മുറിച്ച് തിന്നേച്ച് പോവുകയില്ലേ? വാസ്തവത്തിൽ ദൈവത്തിൻ്റെ മുമ്പാകെ ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇവിടെ കർത്താവ് തന്നെ പഠിപ്പിച്ചത്, നിൻ്റെ പ്രതിയോഗി വഴിയിലുള്ളപ്പോൾ തന്നെ എന്ത് ചെയ്യണം, നീ നിരന്നുകൊള്ളണം എന്ന് കർത്താവ് പറയുന്നു. പാപി മരിക്കണം, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ എന്നുള്ളതാണ് ദൈവത്തിൻ്റെ നീതി. ഇവിടെ ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുകയാണെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ മനുഷ്യ, നീ അബദ്ധവശാൽ പാപിയായി തീർന്നതാണെങ്കിൽ നീതിമാനായ ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്ക് മുൻപിൽ നീ ശിക്ഷ യോഗ്യനത്രേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതുവരെയും ആ നീതിമാനായ ദൈവമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എങ്കിൽ, നീതിമാനായ ദൈവം തൻ്റെ നീതി തൻ്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തി ക്രൂശിലൂടെ ആ കാര്യങ്ങൾ ക്രമീകരിച്ചു വച്ചിരിക്കുന്നത് എൻ്റെയും നിൻ്റെയും ഉദ്ധാരണത്തിന് വേണ്ടിയാണ്, രക്ഷയ്ക്ക് വേണ്ടിയാണ്. അതല്ലാതെ മറ്റൊരു മാർഗമില്ല. മറ്റൊരു മാർഗം അവലംബനീയമല്ല, ദൈവത്തിന് അംഗീകാരയോഗ്യമല്ല. അതുകൊണ്ട് ഈ രാവിലെയെങ്കിലും കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന്, കർത്താവേ, ഞാൻ അതിന് അയോഗ്യനാണ്, ഞാൻ നിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ അയോഗ്യനാണ്, പാപിയാണ്, ഞാൻ അകൃത്യത്തിൽ ഉരുവായവനാണ്, ഞാൻ അത്ര നിർമ്മലനല്ല, എൻ്റെ മേൽ ദൈവക്രോധം വസിച്ചുകൊണ്ടിരിക്കുന്നവനാണ്, അതുകൊണ്ട് എനിക്ക് നീയല്ലാതെ മറ്റാശ്രയമില്ല എന്ന് പറഞ്ഞ്, എൻ്റെ പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്ക് ഈ കർത്താവുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് നല്ല അവസരമുണ്ട്.
3, ഇസ്രായേൽ ജനത്തെ അത് അറിയിക്കണം. ന്യായവിധി നടത്തുന്നതിന് മുമ്പ് തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നത് തിരുവെഴുത്തിൽ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. കാരണം നോഹയുടെ കാലത്ത് അത് സംഭവിച്ചു. സോദോം നാശത്തിന് മുമ്പ്, ഇസ്രായേൽ പ്രവാസികളായി പോകുന്നതിന് മുമ്പും എന്ത് ചെയ്തു? ദൈവം അവർക്ക് ശക്തമായ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. ദൈവം മുന്നറിയിപ്പ് കൊടുക്കാതെ ശിക്ഷാവിധി നടത്തുന്നവനല്ല. നോഹ 120 വർഷം പ്രസംഗിച്ച ശേഷമായിട്ടാണ് പെട്ടകം ഉണ്ടാക്കാനായിട്ട് പറഞ്ഞതും പെട്ടകത്തിൽ കയറാതെ വന്നപ്പോൾ ബാക്കിയുള്ളവരെ നശിപ്പിച്ചതും. അപ്പോൾ ദൈവം രക്ഷാമാർഗം ഒരുക്കിയിട്ടാണ് ശിക്ഷയുടെ മാർഗത്തെക്കുറിച്ച് പറയുന്നത്. ആ കാര്യം നമുക്ക് മറന്നു പോകാവുന്നതല്ല. അപ്പോൾ യെരൂശലേം നാശത്തിന് മുമ്പേ കർത്താവ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്താണ്? നീ നാശത്തിലേക്ക് പോകുന്നുണ്ട്, നിന്റെ നാശത്തിനുള്ള വിടുതലിന് വേണ്ടി നീ സമാധാനം കണ്ടെത്തണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് വരുവാൻ പോകുന്ന ദൈവകോപത്തെയും അതിൽ നിന്ന് രക്ഷപ്പെടുന്ന മാർഗത്തെയും ഇന്ന് ദൈവം ലോകത്തെ അറിയിക്കുകയാണ്. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് സുവിശേഷം കേൾക്കാതെയും അറിയാതെയും ഒരു പാപിയും നശിച്ചു പോകാൻ ഇടയാകരുത്. അതാത് കാലത്ത് വിശ്വാസികളെ ദൈവം ഈ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ കൃത്യം നാം നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യചിഹ്നത്തോടുകൂടി ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. എൻ്റെ നിങ്ങളുടെ കടപ്പാടാണ് മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുക, മറ്റുള്ളവരെയും കൂടെ ഈ രക്ഷയിലേക്ക് നടത്തുക. ഞാനും നിങ്ങളും തിന്ന് തൃപ്തരായി കഴിഞ്ഞ ശേഷം മറ്റുള്ള വിശപ്പോടുകൂടി കഴിയുന്ന എത്രയോ ആളുകളെയാണ് നാം മറന്നു പോകുന്നത്. അവരും തിന്ന് തൃപ്തരാകേണ്ടതായിട്ടുണ്ടല്ലോ. അതെ, 4 കുഷ്ഠരോഗികൾ ശമരിയ പട്ടണത്തിൽ കടന്ന് അവർ വയറ് നിറച്ച് തിന്ന് അതിനുശേഷം അപ്പോൾ അവർ ഓർക്കുകയാണ്, അയ്യോ, ഇസ്രായേലിൽ എത്രയോ ആളുകളാണ് വിശന്ന് പൊരിയുന്നത്. നാം ഈ കാര്യം ചെയ്ത് രാജാവിനോട് പറഞ്ഞില്ല എങ്കിൽ, നേരം പുലരും വരെ നമ്മൾ താമസിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കുറ്റം നമ്മുടെ മേൽ വരും എന്ന് പറഞ്ഞ് ആ 4 കുഷ്ഠരോഗികൾ, തിന്ന് വയറ് നിറഞ്ഞ കുഷ്ഠരോഗികൾ ഉടനെ തന്നെ പോവുകയാണ് രാജാവിനോട് കാര്യങ്ങൾ വിളിച്ചറിയിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഈ കാര്യങ്ങൾ അറിയിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ കുറ്റം നമ്മുടെ മേൽ വരികയില്ലയോ? 4, നാം ഓടിച്ചെല്ലണമെന്നാണ്. ഇതൊരു കൊലപാതകൻ്റെ ചുമതലയാണ്. ലോത്ത് സോദോമിൽ നിന്ന് ഓടിപ്പോകണമെന്നാണ് ദൈവത്തിൻ്റെ പ്രമാണം. ശരണത്തിനായി ഓടിച്ചെല്ലുന്ന കാര്യം എബ്രായലേഖനത്തിലും 6-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ശരണത്തിനായിട്ട് ഓടിച്ചെല്ലണം. അവനെ ശരണം പ്രാപിക്കുന്നവൻ ഭാഗ്യവാൻ. നീ എനിക്ക് മറവിടമാകുന്നു, സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. പ്രാവിനെ പോലെ ചിറകുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു എന്ന് ദാവീദും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തു അല്ലാതെ ഒരു സങ്കേതവും പാപിക്കില്ല. അവൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ നിങ്ങളെയും അത് അവൻ ചെയ്യാണ്, നമ്മളെ വിളിക്കുകയാണ്. കാലം കടന്നു പോകും മുമ്പേ എന്ത് ചെയ്യണം? വേഗം അവനിൽ അഭയം തേടേണ്ടത് വളരെ ആവശ്യമാണ്. എൻ്റെ പ്രിയ സ്നേഹിതരെ, ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങൾ ഈ സങ്കേതത്തിലേക്ക് ഓടി വന്നിട്ടുണ്ടോ? സങ്കേതത്തെക്കുറിച്ച് ശരിക്കുള്ളതായ പ്രഭാഷണമൊക്കെ നടത്തുന്നവരായിരിക്കാം. എന്നാൽ ഈ സങ്കേതത്തിൽ കടന്ന് നിങ്ങൾ രക്ഷ പ്രാപിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചിന്തനീയമായിരിക്കുന്നത്. 5-ാമതായിട്ട് നമ്മൾ വായിക്കുന്നത് വാതിൽക്കൽ ചെല്ലണമെന്നാണ്. ഞാൻ വാതിലാകുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു. പാപബോധം തന്ന് യേശുവിലേക്ക് നമ്മെ ഓടിക്കുന്നത് പരിശുദ്ധാത്മാവത്രേ. യോഹന്നാൻ 16:8 എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന് ജീവനാഥൻ പറയുന്നു. അതുകൊണ്ട് തിരുവെഴുത്ത് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സന്ദേശമാണ് യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക എന്നുള്ളത്. അതുകൊണ്ട് രക്ഷയ്ക്കുള്ള മാർഗം യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക എന്നുള്ളതാണ്. അതുകൊണ്ട് വാതിൽക്കൽ ചെല്ലണം. അബദ്ധവശാൽ ഒരു പാപം ചെയ്തെങ്കിൽ അവൻ എന്ത് ചെയ്യണം? വാതിൽക്കൽ ചെല്ലണം. 6-ാമതായിട്ട് വാതിൽക്കൽ ചെന്നാൽ മാത്രം പോരാ, അവൻ ആ കാര്യങ്ങൾ ഏറ്റുപറയണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാണ്ട് കഴിയുന്നത്. അതുകൊണ്ട് 6-ാമതായിട്ട് ഏറ്റുപറയണം. വാതിൽക്കലേക്ക് ഓടി വന്ന കൊലപാതകൻ താൻ അറിയാതെ കൊല ചെയ്തതാണെന്ന് പട്ടണത്തിലെ മൂപ്പന്മാരോട് പറയണം. യേശുവിൻ്റെ അടുക്കൽ വന്ന പാപി അവൻ്റെ പാപം കർത്താവിനോട് സമ്മതിച്ച് പറയണം. മുടിയൻ പുത്രൻ പിതാവിൻ്റെ മുമ്പിൽ എല്ലാം ഏറ്റുപറഞ്ഞതുപോലെ പാപയാഗവുമായി യാഗപീഠത്തിൽ വരുന്ന ഒരാൾ തൻ്റെ കൈകൾ യാഗമൃഗത്തിന്മേൽ എന്ത് ചെയ്തു വെച്ച് ഏറ്റുപറയണമായിരുന്നു.
നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കും എന്നാണ് യോഹന്നാൻ 1:9 നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞവന് എന്തു ചെയ്യും? കരുണ ലഭിക്കും എന്ന് ദൈവം പറയുന്നു. സദൃശ്യം 28:13. മനഃപൂർവ്വം കൊല ചെയ്തവന് സങ്കേത നഗരം രക്ഷ നൽകുകയില്ല, മനഃപൂർവ്വം പാപം ചെയ്തവന് പാപയാഗം ഉപകരിക്കുകയില്ല. തന്നെ വിശുദ്ധീകരിച്ച രക്തത്തെ മലിനമെന്ന് എണ്ണുകയും ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോകുന്നവനും പരിശുദ്ധാത്മാവിന് നേരെ പാപം ചെയ്യുന്നവരാകിയാൽ ഒരു കാലത്തും രക്ഷ ലഭിക്കുന്നതല്ല. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് പാപം ഏറ്റുപറയുകയും തന്നെ ശരണം പ്രാപിക്കുകയും അത് ചെയ്യുന്നവൻ അവൻ രക്ഷ പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. മാത്രമല്ല, അവൻ അകത്ത് കയറിയാൽ അവന് എന്ത് ചെയ്യണം? അവർ അവനെ പട്ടണത്തിൽ കൈക്കൊണ്ട് തങ്ങളുടെ ഇടയിൽ പാർക്കേണ്ടതിന് അവനൊരു സ്ഥലം കൊടുക്കുകയും വേണമെന്നാണ്. യോഹന്നാൻ 20:4 അങ്ങനെ വായിക്കുന്നുണ്ട്. രക്ഷിക്കപ്പെട്ടവർ പിന്നെ എന്തു ചെയ്യണം? അവർക്ക് ആരുമായിട്ടാണ് കൂട്ടായ്മ ഉണ്ടാകേണ്ടത്? ഈ ചോദ്യത്തിന് പലവിധ ഉത്തരം ഉണ്ട്. എങ്കിലും അനുയോജ്യമായ ഉത്തരം എന്ന് പറയുന്നത് അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും ജീവിക്കണം. അപ്പോസ്തലപ്രവൃത്തി 2:42. അതുകൊണ്ട് സങ്കേതത്തിൽ വന്ന ലേവ്യരുടെ ഇടയിൽ പാർക്കുവാൻ ദൈവം വിധിച്ചിരിക്കുന്നവൻ്റെ ആ പൊരുളാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലേവി എന്ന വാക്കിന് നിരപ്പ് ലഭിച്ചവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് യേശുക്രിസ്തു മാത്രം ദൈവത്തോട് നിരന്നവരാണ് ഓരോ വിശ്വാസികൾ. ദൈവനീതിയും കരുണയും തമ്മിൽ ചുംബിച്ചിരിക്കുന്ന സ്ഥലമാണ് ക്രൂശ്. അവിടെയാണ് ദൈവം ലോകത്തിന് ലംഘനങ്ങളെ കണക്കിടാതെ ലോകത്തെ ക്രിസ്തുവിൽ തന്നോട് നിരപ്പിച്ചിരിക്കുന്നത്. 2 കൊരിന്ത്യർ 5:18-20 വാക്യങ്ങൾ. ആ നിരപ്പ് അനുഭവിക്കുകയാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം. ആ നിരപ്പ് അനുഭവിക്കുന്ന കൂട്ടമാണ് സഭ എന്ന് പറയുന്നത്. അവരോടാണ് നാം ചേർന്ന് നിൽക്കേണ്ടത് എന്ന് പ്രവൃത്തി 2:43 നമുക്ക് കാണാണ്ട് കഴിയും. അതുകൊണ്ട് ലേവ്യർ പുരോഹിതന്മാരത്രേ. പുതിയ നിയമ വിശ്വാസികൾക്കുള്ള ശ്രേഷ്ഠമായ പദവികളിൽപ്പെട്ടതാണ് പൗരോഹിത്യം. 1 പത്രോസ് 2:9 വാക്യം. അതുകൊണ്ട് എല്ലാ വിശ്വാസികളും പുരോഹിതന്മാരത്രേ. സത്യാരാധനയുടെ അടിസ്ഥാനത്തിലാണ് പൗരോഹിത്യം. പണ്ട് കൊലപാതകനായിരുന്നവൻ ഇപ്പോഴിതാ പുരോഹിതനായി പുരോഹിതന്മാരുടെ കൂട്ടായ്മ ആചരിക്കുന്നു. അവരോട് ചേർന്ന് ആഴ്ചവട്ടത്തിന് 1-ാം ദിവസം ആരാധനയ്ക്കായി കൂടി വരുമ്പോൾ അവൻ അപ്പം മുറിച്ച് തിന്നുന്നു, അവന് പാനപാത്രത്തിൽ നിന്ന് ഭാഗവാക്കായിത്തീരുന്നു. ഇതെത്രയോ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ബന്ധമാണ്. ഇവിടെ എത്ര നാൾ പാർക്കണം എന്ന് നമുക്കറിഞ്ഞുകൂടാ. കാരണം മഹാപുരോഹിതൻ്റെ മരണം വരെ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കുന്നവരെയാണ് ഈ കാര്യം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ പ്രത്യാശ പൂർണ്ണമാകുന്നത്. നമ്മുടെ മഹാപുരോഹിതൻ ഇനിയും മരണമില്ല. വെളിപ്പാട് 1:18. നമുക്ക് ലഭിച്ച രക്ഷ നിത്യമാണെന്ന് മാത്രമല്ല, അവൻ മഹാപുരോഹിതനായികയാൽ നമ്മുടെ വർത്തമാനകാല രക്ഷയും പൂർണ്ണമാണ്. എബ്രായർ 7:26 വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കർത്താവ് വരും. അവൻ്റെ വരവിന് ശേഷം നമുക്ക് പിന്നീട് ഈ ഭൂമിയിൽ ഇങ്ങനെ ആരാധിക്കേണ്ട ആവശ്യം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ഈ വിലയേറിയ സങ്കേതത്തിൽ മറയാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചു. ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഈ സങ്കേതത്തിൽ ഇതുവരെയും അണഞ്ഞിട്ടില്ല എങ്കിൽ, ഈ സങ്കേതത്തിലുള്ളതായ സുരക്ഷ കരസ്ഥമാക്കിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ഒരു ദിവസം കൈവിടപ്പെട്ടു പോകും. നോഹയുടെ പെട്ടകത്തിൽ കയറാതെ ആ നിലയിൽ പോയവർക്കെല്ലാം എത്രയോ വിനാശമുണ്ടായി. ലോത്ത് സോദോമിൽ നിന്ന് ഓടി രക്ഷപ്പെടണമായിരുന്നു. അതുകൊണ്ട് ഓടി രക്ഷപ്പെടാഞ്ഞതിൻ്റെ വിപത്ത് എത്രമാത്രം വലിയതാണ് എന്ന് ഉൽപ്പത്തി 19 വായിച്ച് മനസ്സിലാക്കണം. പ്രിയപ്പെട്ടവരെ, ഈ വലിയ വിനാശത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊറ്റ മാർഗമാണ് കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഓടി രക്ഷപ്പെടുക, കർത്താവിൻ്റെ അടുക്കലേക്ക് വരിക. അവൻ്റെ അടുക്കലേക്ക് വരുന്നവനെ അവൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഈ വിലയേറിയ സന്ദേശം നമ്മുടെ ആത്മരക്ഷയ്ക്കും അതോടൊപ്പം തന്നെ ആത്മരക്ഷ പ്രാപിച്ചവർക്ക് കർത്താവിനെ ആരാധിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഈ സങ്കേത നഗരത്തിൽ കയറിയവരുടെ ഉത്തരവാദിത്വം അവരോടുള്ള മറ്റുള്ള സഹോദരന്മാരോട് ചേർന്നുള്ള കൂട്ടായ്മയും അപ്പം നുറുക്കും പ്രാർത്ഥനയും വചനപഠനവും
ആ വിധമായ ഉത്തരവാദിത്വമാണ് സങ്കേതത്തിലായിരിക്കുന്നവർക്കുള്ളത്. ഈ വിലയേറിയ ചിന്തകളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം ഇന്ന് മുതൽ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.